72-ാം വയസ്സിലും ആദ്യ സിനിമയിൽ അഭിനയിക്കുന്ന തുടക്കക്കാരന്റെ ആവേശവും അഭിനിവേശവും മമ്മൂട്ടിക്കുണ്ട്. 2022 എന്ന വർഷം മുഴുവൻ തന്റേതാക്കിയ മമ്മൂട്ടി 2023 വിട്ടുകൊടുത്തിട്ടില്ല. 2023 മമ്മൂട്ടിയുടേതായി ഇറങ്ങിയത് 4 ചിത്രങ്ങൾ. അതിൽ ഒരു സൂപ്പർ ഹിറ്റും 2 ഹിറ്റും. പരീക്ഷണ ചിത്രങ്ങളും വാണിജ്യ വിജയമാക്കുന്നതിലൂടെ ഒരു പ്രൊഡക്ഷൻ ഹൗസിനെ നയിക്കാനും മമ്മൂട്ടിക്കായി. നടനായും നിർമ്മാതാവായും മമ്മൂട്ടി ബോക്സ് ഓഫീസ് തകർത്ത വർഷമാണ് 2023. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രങ്ങളുടെ പട്ടിക നോക്കിയാൽ അത് വ്യക്തമാണ്. കണ്ണൂർ സ്ക്വാഡ് പോലെ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയെ ബ്ലോക്ക് ബസ്റ്ററിലേക്ക് ഉയർത്താനും നൻപകലും കാതലും വിജയ ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് കയറിയതിനു പിന്നിലും മമ്മൂട്ടി തന്നെയാണ് കാരണം. നൻപകൽ നേരത്ത് മയക്കത്തിന്റെ പ്രദർശനത്തിന് മുന്നോടിയായി തിയേറ്ററിനു മുന്നിലെ നീണ്ട ക്യൂവും തിരക്കും പ്രേക്ഷകരുടെ ആവേശവുമൊക്കെ ചിത്രം ഇത്രമാത്രം ജനങ്ങളെ സ്വാധീനിച്ചു എന്നതിന് തെളിവാണ്. അതിന് മുൻപ് ലിജോയുമായി മമ്മൂട്ടി കൈകോർക്കുന്നു എന്ന് കേട്ടപ്പോൾ സിനിമാ പ്രേക്ഷകർക്കുണ്ടായ പ്രതീക്ഷയും നൻപകൽ നേരത്ത് മയക്കത്തിന്റെ ഹൈപ്പ് കൂട്ടിയിരുന്നു. മമ്മൂട്ടിയുടെ പ്രകടനം സിനിമയെ നിറഞ്ഞ സദസ്സിൽ ഹർഷാരവങ്ങളോടെ ആ ചിത്രം സ്വീകരിക്കപ്പെടാൻ കാരണമായി. മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും സ്വന്തമാക്കിയ മമ്മൂട്ടി 2023 ജനുവരിയിൽ ചിത്രം തിയേറ്ററിൽ എത്തിയപ്പോഴും മികച്ച സ്വീകാര്യത ലഭിച്ചു. ജെയിംസായും സുന്ദരമായും അനായാസമായി വേഷപകർച്ച നടത്തിയ മമ്മൂട്ടി തന്നെയായിരുന്നു സിനിമയുടെ ഹൈലൈറ്റ്. മമ്മൂട്ടിയുടെ നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനി ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളിയായി എന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു. പോലീസ് വേഷങ്ങളിലെ മമ്മൂട്ടിയെ കാണാൻ ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ്. അദ്ദേഹം കെട്ടിയാടിയ പോലീസ് കഥാപാത്രങ്ങൾ ഏറെയാണ്. ആ പട്ടികയിൽ കണ്ണൂർ സ്ക്വാഡിന്റെ സ്ഥാനം ഏറെ മുന്നിലാണ്. പുതുമുഖ സംവിധായകരെ പരിഗണിക്കുന്നതിന്റെ മികച്ച ഉദാഹരണം കൂടിയായിരുന്നു കണ്ണൂർ സ്ക്വാഡ്. കാതൽ ദ കോർ എന്ന ചിത്രത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. കാതൽ തിരഞ്ഞെടുക്കുന്നതിലൂടെ മമ്മൂട്ടിയുടെ വ്യത്യസ്ത മനോഭാവം വ്യക്തമാണ്. വ്യത്യസ്തമായത് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് അദ്ദേഹം ഓരോ കഥ കേൾക്കുന്നതും. ക്വയർ വിഷയങ്ങളെ വികലവും ദുർബലവുമായി അവതരിപ്പിച്ചു വന്ന മലയാള സിനിമകളിൽ നിന്ന് വേറിട്ടൊരു ചിത്രമാണ് കാതൽ. മമ്മൂട്ടിയെ പോലെ താരപരിവേഷമുള്ള പാൻ ഇന്ത്യൻ സ്വീകാര്യതയുള്ള ഒരു നടൻ സ്വവർഗ അനുരാഗിയായ മാത്യു ദേവസിയുടെ കഥാപാത്രം ചെയ്യാൻ മുന്നോട്ട് വന്നപ്പോൾ തന്നെ ചിത്രത്തിന്റെ ഗതി മാറി. മമ്മൂട്ടി കമ്പനിയിലൂടെ ചിത്രത്തിന്റെ നിർമ്മാണ ദൗത്യവും മമ്മൂട്ടി ഏറ്റെടുത്തു. ചിത്രം സ്വീകരിക്കപ്പെട്ടു. തിയേറ്ററിലും ചിത്രം മികച്ച പ്രതികരണമാണ് നേടിയത്. 2023 തിരുവനന്തപുരം രാജ്യാന്തര ചലച്ചിത്രമേളയിലും മമ്മൂട്ടിയുടെ കാതൽ കയ്യടി നേടി. ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങൾ, എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങൾ, ഒരേ സമയം നായകനായും പ്രതിനായകനായും വിസ്മയിപ്പിക്കുന്ന താരരാജാവ്. വേറിട്ട വേഷങ്ങളിലൂടെയും തിരഞ്ഞെടുപ്പുകളിലൂടെയും ഇന്ത്യൻ നായകന്മാർക്കിടയിൽ തന്നെ വ്യത്യസ്തനാവുകയാണ് മമ്മൂട്ടി. പുതുവർഷത്തിൽ ഭ്രമയുഗം, ബസൂക്ക, ടർബോ എന്നീ മലയാള ചിത്രങ്ങളും തെലുങ്ക് ചിത്രം യാത്രയുടെ 2ാം ഭാഗവുമാണ് മമ്മൂട്ടിയുടേതായി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ. അതേസമയം എബ്രഹാം ഓസ്ലർ എന്ന ജയറാം ചിത്രം വ്യാഴാഴ്ചയാണ് തിയേറ്ററുകളിൽ എത്തിയത്. 5ാം പാതിരയ്ക്ക് ശേഷം മിഥുൻ മാനുവൽ സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് ഡോക്ടർ രൺധീർ കൃഷ്ണനാണ്. അതിനാൽ തന്നെ മികച്ചൊരു ത്രില്ലർ പ്രതീക്ഷിച്ച് തിയേറ്ററിലെത്തുന്ന പ്രേക്ഷകരെ ചിത്രം നിരാശപ്പെടുത്തിയിരുന്നില്ല എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ചിത്രത്തിൽ മമ്മൂട്ടി ഉണ്ടെന്ന അഭ്യൂഹങ്ങൾക്കും തിയേറ്ററിൽ അവസാനമായിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ അതിഥി വേഷത്തിനും തിയേറ്ററുകളിൽ വലിയ കയ്യടിയാണ് ലഭിച്ചിരിക്കുന്നത്. ഏറെക്കാലത്തിന് ശേഷമാണ് ജയറാമും മമ്മൂട്ടിയും ഒരു ചിത്രത്തിൽ ഒന്നിച്ചെത്തുന്നത്. ഓസ്ലർ പ്രസ് മീറ്റിൽ മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആർത്തി അവസാനിച്ചിട്ടില്ല. ഈ വാക്കുകൾ അന്വർത്ഥമാക്കുന്നത് തന്നെയാണ് മമ്മൂട്ടിയുടെ അഭിനയവും. പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്ന ഓരോ കഥാപാത്രങ്ങളും ഏറെ വ്യത്യസ്തമാണ്. ഒരുപക്ഷെ ഒരു സൂപ്പർ താരവും ഏറ്റെടുക്കാൻ മടിക്കുന്ന വേഷം വരെ മമ്മൂട്ടി ചെയ്യും.
ഇപ്പോൾ അവയിൽ ഏറ്റവും പുതിയ ഉദാഹരണമാകാൻ പോവുകയാണ് ഭ്രമയുഗം എന്ന പുതിയ ചിത്രം. പ്രഖ്യാപനം മുതൽ ശ്രദ്ധിക്കപ്പെട്ട ഭ്രമയുഗം പ്രമോഷൻ മെറ്റീരിയലുകൾ കൊണ്ട് തന്നെ വൻ ആവേശമാണ് പ്രേക്ഷകരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ടീസറിന് ലഭിച്ച വരവേൽപ്പ് വളരെ വലുതായിരുന്നു. ഒരു പക്ക നെഗറ്റീവ് ഷെയ്ഡിൽ ദുർമന്ത്രവാദത്തിന്റെയോ പ്രേതകഥയോ ഒക്കെ ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ടീസർ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിൽ എത്തുന്ന ചിത്രത്തെക്കുറിച്ച് മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഓസ്ലർ സിനിമയുടെ പ്രസ് മീറ്റിൽ വെച്ചായിരുന്നു ഭ്രമയുഗത്തെക്കുറിച്ച് ചോദ്യം വന്നത്. ഇതിന് വരട്ടെ പറയാം, ജനങ്ങൾ നൽകുന്ന പ്രതീക്ഷയാണ് എനിക്ക് പേടി, പ്രതീക്ഷയ്ക്കൊത്ത് ഉയരണ്ടേ, സമയമാവട്ടെ പറയാം എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. ഒപ്പം പലരും എടുക്കാൻ മടിക്കുന്ന കഥാപാത്രങ്ങൾ എടുക്കാനുള്ള ധൈര്യവും എനർജിയും എവിടെ നിന്നാണ് എന്ന ചോദ്യത്തിന് ജനങ്ങളാണ് എൻ്റെ എനർജി എന്നാണ് മമ്മൂട്ടി മറുപടിയായി പറഞ്ഞത്. എന്തായാലും മമ്മൂട്ടി എന്ന നടനെ അടയാളപ്പെടുത്തുന്ന മറ്റൊരു മികച്ച സിനിമയാകും ഭ്രമയുഗം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചിത്രം ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോകൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ.